ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ എന്താ പാളയായിട്ട് എന്നായിരിക്കുമല്ലോ എല്ലാവരും വിചാരിക്കുന്നത്. നമ്മളിത് പാള കൊണ്ട് പണ്ട് കാലത്തൊക്കെ ഉള്ളവർ വീശിയിരുന്ന ഒരു വിശറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം അമ്മ എനിക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഞങ്ങളിത് വിശറിയൊക്കെ ഉണ്ടാക്കാനാണ് പോകുന്നത്. അമ്മയുടെ കാലത്തൊക്കെ ഉള്ളവർ പണ്ട് വീശിയിരുന്നതാണ്. അപ്പം അത് അമ്മയ്ക്ക് ഇതെല്ലാം ഉണ്ടാക്കാൻ അറിയാം. അപ്പം ഞാൻ ഓരോ ദിവസം ഇങ്ങനെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മുടെ പാളേനെ ഇങ്ങനെ പകുതിയാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ദേ നമ്മുടെ വിശറിയിൽ ഏകദേശം ഒരു പകുതി ഭാഗമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഷേപ്പിലേക്ക് വരുത്താനായിട്ട് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് മുറിച്ച് മാറ്റി കൊടുക്കാം. നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന തരത്തിൽ വേണമല്ലോ ഇതിൻ്റെ പിടി നമ്മൾ. അപ്പോൾ അത് ഏകദേശം ഒരു ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കി കൊടുക്കണം. കാരണം ഒരു റൗണ്ട് ഷേപ്പ് വരാനായിട്ടാണ്. നമുക്ക് കത്തി കൊണ്ടോ അല്ലെങ്കിൽ കത്രിക കൊണ്ടൊക്കെ ആക്കാമെന്ന് തോന്നുന്നു. പക്ഷേ പാളയ്ക്ക് കട്ടി കൂടുതൽ കാരണം നമ്മൾ കത്രിക കൊണ്ടൊക്കെ ചിലപ്പോൾ മുറിയുള്ളൂ. അപ്പോൾ ഏതായാലും എന്ത് ചെയ്യാം, അമ്മ ഓരോ സൈഡ് ഇങ്ങനെ എടുത്ത് ഓരോ സൈഡും ചെത്തി വൃത്തിയാക്കി കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ വിശറി ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ആ ഒരു ഷേപ്പും കൂടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ നാടൻ ഐറ്റംസ്, അതായത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്നത് പോലത്തെ പാളൊക്കെ വെച്ച്, അതുപോലെ ഓലയോ അങ്ങനെ പന ഓലയോ പിന്നെ കൈതോല ഇതൊക്കെ വെച്ച് വീട്ടിൽ തന്നെ നമ്മുടെ കൈ കൊണ്ട് ഇതുപോലെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമല്ലേ. നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കൽ. പണ്ട് അമ്മയുടെ ചെറുപ്പകാലത്തൊക്കെ അവരുണ്ടാക്കിയിരുന്നതാണ്. അപ്പോൾ നമുക്കിതുപോലെ ഉണ്ടാക്കി തരുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ ഞാനത് കാരണം എന്ത് ചെയ്യും, അമ്മേനെ കൊണ്ട് ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ഐറ്റംസ് ഇതുപോലെ ഉണ്ടാക്കിയൊക്കെയാണ്. അമ്മയ്ക്ക് ഉണ്ടാക്കി തരാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അമ്മമാരെ കൊണ്ട് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി. അതെ, വിശറി ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വീശി നോക്കാം. എല്ലാവരും ഉപയോഗിച്ചിരുന്നാലേ അപ്പോൾ നമുക്ക് കാറ്റൊക്കെ കിട്ടുമോ നോക്കാം കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ വീശി നോക്കാമെന്ന് വിചാരിച്ചിട്ട് കയ്യിലൊക്കെ എടുത്ത് നല്ലപോലെ ഒന്ന് വീശി നോക്കിയപ്പോൾ നല്ല അടിപൊളി കാറ്റ് കേട്ടോ. നമ്മൾ കറണ്ടൊക്കെ പോകുമ്പോൾ പേപ്പറോ അതൊക്കെ വെച്ച് വീശുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഏതായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.